Welcome back to our economics class. The last class we discussed about the changes in the budget line. Budget line il varuna maatangal. We know that the changes in the budget line mainly due to two reasons. Firstly, changes in the income of the consumer. When income increases or when income decreases, there is a upward or downward shift of budget line. Second one, changes in the price of the good. ബജറ്റ് ലൈനിലെ മാറ്റങ്ങൾക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഒന്ന്, വരുമാനത്തിൽ വരുന്ന മാറ്റം, കൺസ്യൂമറിന്റെ വരുമാനത്തിൽ വരുന്ന മാറ്റം. വരുമാനം കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റം. വരുമാനം കൂടിയാൽ ബജറ്റ് ലൈൻ ഒരു അപ്വേർഡ് ഷിഫ്റ്റ് നടത്തുന്നു. വരുമാനം കുറഞ്ഞാൽ ബജറ്റ് ലൈൻ ഡൗൺവേർഡ് ഷിഫ്റ്റ് നടത്തുന്നു. രണ്ടാമത്തെ റീസൺ ആണ് ചേഞ്ചസ് ഇൻ ദ പ്രൈസസ് ഓഫ് ദി ഗുഡ്സ്. സാധനങ്ങളുടെ വിലയിൽ വരുന്ന മാറ്റം കാരണം ബജറ്റ് ലൈനിൽ മാറ്റം വരാം. നമ്മളിവിടെ ഇന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ദി ബജറ്റ് ലൈൻ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദി പ്രൈസസ് ഓഫ് ഗുഡ്സ്. സാധനങ്ങളുടെ വിലയിൽ വരുന്ന മാറ്റം കാരണം ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. രണ്ട് ഗുഡുകളുണ്ട്, ഗുഡ് വണ്ണും ഗുഡ് ടു. അപ്പൊ ഗുഡ് വണ്ണിൽ മാറ്റമുണ്ടായാൽ, ഗുഡ് വണ്ണിന്റെ വിലയിൽ മാറ്റമുണ്ടായാൽ, ഗുഡ് വണ്ണിന്റെ വില കൂടുകയോ ഗുഡ് വണ്ണിന്റെ വില കുറയുകയോ ചെയ്താൽ ബജറ്റ് ലൈനിൽ മാറ്റമുണ്ടാകും. ഗുഡ് ടുവിന്റെ വില കൂടുകയോ ഗുഡ് ടുവിന്റെ വില കുറയുകയോ ചെയ്താൽ ബജറ്റ് ലൈനിൽ മാറ്റം ഉണ്ടാകും. ഈ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് ചേഞ്ചസ് ഇൻ ദ ബജറ്റ് ലൈൻ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദി പ്രൈസസ് ഓഫ് ഗുഡ്സിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ. ഗുഡ് വണ്ണിന്റെ വിലയിൽ കുറവ് സംഭവിച്ചാൽ, ഗുഡ് വണ്ണിന്റെ വിലയിൽ കുറവ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയട്ടെ. എന്നും രാവിലെ മീൻകാരൻ വരുമ്പോൾ 50 രൂപ എടുത്ത് മീൻ വാങ്ങാൻ പോകുന്നത്. മത്തിയാണെങ്കിൽ ഒരു 8 or 9 മത്തി, അതിൽ കൂടാറില്ല. ഇതാണ് കിട്ടാറ്. ഇന്ന് രാവിലെ മീൻ വാങ്ങാൻ ചെന്ന സമയത്ത് 50 രൂപ തന്നെയാണ് കൊടുത്തത്, ഒരു മാറ്റവും ഇല്ല. എൻ്റെ കയ്യിലുള്ള ഇൻകത്തിൽ മാറ്റമില്ല, 50 രൂപ തന്നെയാണ് കൊടുത്തത്. മത്തി വാങ്ങി 50 രൂപയ്ക്ക്, പക്ഷെ എനിക്ക് 12 മത്തിയോളം കിട്ടി. എന്തേ സംഭവിച്ചു? ഞാൻ 50ന്റെ കൂടുതൽ കൊടുത്തിട്ട് 12 മത്തി വാങ്ങുകയല്ല ചെയ്തത്, 50 രൂപ തന്നെയാണ് കൊടുത്തത്, പക്ഷെ എനിക്ക് മത്തിയുടെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടി. എങ്ങനെ ഇത് സംഭവിച്ചു? ഹൗ ദിസ് ഹാപ്പൻ? അതെ, യെസ്, മത്തിയുടെ വില കുറഞ്ഞു. മത്തിയുടെ വില കുറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വാങ്ങാൻ കഴിഞ്ഞു. ഇതൊരു സിമ്പിൾ കാര്യം നമുക്ക് ഒരു ഇക്വേഷന്റെയും ഒരു ബജറ്റ് ലൈനിന്റെയും സഹായത്തോട് കൂടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത്രയേ ഉള്ളൂ. When the price of good one decrease, നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലോർക്കണം. When the price of good one decrease എന്ന് പറയുമ്പോൾ, ഗുഡ് വണ്ണിന്റെ വില കുറയുന്നു എന്ന് പറയുമ്പോൾ, you should keep in mind that there is no any change in the price of good two and income of the consumer. കൺസ്യൂമറിന്റെ വരുമാനത്തിലോ ഗുഡ് ടൂവിന്റെ വിലയിലോ യാതൊരു വിധ മാറ്റവും ഇല്ല. ഗുഡ് ടൂവിന്റെ വിലയും ഇൻകം ഓഫ് ദ കൺസ്യൂമറും അതേപോലെ റിമെയിനിങ് ദ സെയിം, അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ വിലകളിലോ ഗുഡ് ടൂവിന്റെ വിലകളിലോ ഇൻകം ഓഫ് ദ കൺസ്യൂമറിലോ ഒന്നും തന്നെ മാറ്റമില്ല. മാറ്റം ഓൺലി ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ. ഗുഡ് വണ്ണിന്റെ വില കുറയുന്നു. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ഇക്വേഷന്റെ സഹായത്തോട് കൂടിയിട്ട് ഇതെന്താണെന്ന് നോക്കാം. ഇക്വേഷൻ 5x1 plus 5x2 equal to 20. 5x1 plus 5x2 equal to 20 എന്ന് പറയുന്ന ഇക്വേഷൻ. We know that is p1x1 plus p2x2 equal to m എന്നതാണ് നമുക്കറിയാം. ഇവിടെ p1 p2 price of good one and price of good two, and m is equal to the income of the consumer. There is no any change in p2 and m. p2ലും m ലും മാറ്റം ഉണ്ടാവുന്നില്ല. ഏതിൽ മാത്രമേ കുറവുണ്ടാവുന്നുള്ളൂ?
P1 മാത്രമേ കുറവുണ്ടാവുന്നുള്ളൂ. ഈ 5 രൂപയിലേ കുറവുണ്ടാവുന്നുള്ളൂ. ഈ 5 രൂപ 4 രൂപയായിട്ട് കുറയും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് നോക്കാം. അപ്പം P1 എന്നുള്ളത് മാറി അടുത്തതിന് നമുക്ക് P1 ഡാഷ് എന്ന് പറയാം. P1 ഡാഷ് കുറവും P1 കൂടുതലും. P1 ഡാഷ് എന്ന് ഞാൻ വെറുതെ ഒന്ന് അടുത്ത ആ 4 രൂപയെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ 5 ആണ്, P1 ഡാഷ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അതായത് ഗുഡ് 1ന്റെ വില 5ൽ നിന്നും 4 ആയി കുറയും. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം തന്നെ ഒരു ബജറ്റ് ലൈൻ വരയ്ക്കണം. ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം തന്നെ ഒരു ബജറ്റ് ലൈൻ വരയ്ക്കണം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 5x1 plus 5x2 equal to 20. ഇത് പ്രകാരം നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്തായിരുന്നു? അത് is equal to m by p1. x1 is equal to m by p1. എത്രയായിരുന്നു വരുന്നത്? m എത്രയാ? 20/5 is equal to 40. രണ്ട് നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാം. വെർട്ടിക്കൽ intercept is equal to, that is x2 is equal to m by p2 equal to 20/5. 20/5 is equal to 0.4. നമുക്ക് സ്ലോപ്പും കൂടി ഒന്ന് കണ്ടേക്കാവേ. സ്ലോപ്പ് is equal to minus p1 by p2 equal to minus 5/5 is equal to minus 1. ഇനി പറഞ്ഞതിൻ്റെ എല്ലാം ഒരു ബജറ്റ് ലൈൻ വരച്ചേക്കാം. x y good 1 good 2 0 1 2 3 4 5 1 2 3 4 5 6. ഇനി എന്താണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് m by p1 എന്ന് പറഞ്ഞാൽ 40. ഇവിടെ m by p1. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് x2 എന്ന് പറയുന്നത് m by p2 0.4. m by p2 ഇത് രണ്ടും നമ്മൾ ചേർത്ത് വരച്ചു. നമുക്കൊരു ഗ്രാഫ് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഇത് ബജറ്റ് ലൈൻ ആണ്. ഏത് ഇക്വേഷൻ പ്രകാരമുള്ള ബജറ്റ് ലൈൻ ആണ്? 5x1 plus 5x2 equal to 20 എന്ന് പറയുന്ന ബജറ്റ് ലൈൻ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്കൊരു ബജറ്റ് ലൈൻ കിട്ടി. അതിന്റെ സ്ലോപ്പ് -1 ആണ്. ഇത്രയും ഓക്കെ. ഇനിയാണ് what happened? The price of good 1 decreases from 5 to 4. ഗുഡ് 1ന്റെ വില 5ൽ നിന്നും 4 ആയി കുറഞ്ഞു. അപ്പോഴെന്താ സംഭവിക്കാന്ന് നോക്കാം. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനിൽ ന്യൂ ഇക്വേഷൻ പ്രകാരമായിരിക്കണം നമ്മളിനി ബജറ്റ് ലൈൻ കാണേണ്ടത്. 5x1 plus 5x2 equal to 20 എന്നുള്ള ഇക്വേഷനിൽ P1 എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു, P1 ഡാഷ് എന്ന് പറഞ്ഞാൽ 4 ആയി മാറി. അങ്ങനെയാകുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് ചെയ്യുക. 4x1 plus 5x2 equal to 20. 4x1 plus 5x2 equal to 20. ഇതിന്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് x1 is equal to m by p1 equal to എത്രയാ വരുന്നത്? 20/p1 എന്നുള്ളത് മാറി p1 ഡാഷ് എന്നാക്കി എഴുതണം. m by p1 എന്നുള്ളത് എന്തായി മാറി?
P1 dash. എത്രയാണത്? m by P1 dash is equal to 4. Then എത്ര വന്നു? 5 0. ഇനി നമുക്ക് vertical intercept കാണാം. Vertical intercept x2 is equal to m by P2 ആണോ P2 dash ആണോ? അതെ, P2 ഉള്ളൂ, P2 dash ഇല്ല. കാരണം P2വിന്റെ വിലയിൽ മാറ്റം വന്നിട്ടില്ല. സോ m by P2 equal to 20 by 5 is equal to 0, 4. അപ്പോൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കിട്ടി, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കിട്ടി. നമുക്ക് ഇതിന്റെ സ്ലോപ്പും കൂടി ഒന്ന് കണ്ടേക്കാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് P1 by P2 ഈക്വൽ ടു മൈനസ് P1 എത്രയായിരുന്നു പുതിയ പ്രകാരം? 4 by 5 is equal to 0.8 minus 0.8 minus 0.8. അപ്പോൾ നമുക്ക് ഇനി ബഡ്ജറ്റ് ലൈൻ വരക്കാം. ബഡ്ജറ്റ് ലൈനിന്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 5 0. അപ്പോൾ 5 ഇവിടെ വന്നു ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 0 4. അത് ഇവിടെ തന്നെ. there is no any change in the vertical intercept. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ മാറ്റമില്ല, കാരണം P2വിന്റെ വിലയിൽ മാറ്റം ഇല്ലല്ലോ. P2വിന്റെ വിലയിൽ മാറ്റം വരുമ്പോഴല്ലേ ഇവിടെ മാറത്തുള്ളൂ. ഇവിടെ മാത്രമേ മാറ്റം വന്നുള്ളൂ. സാധനത്തിന്റെ വില 5 നിന്നും 4 കുറഞ്ഞപ്പോൾ 4 നിന്നും 5 കൂടുതൽ എമൗണ്ട് ഓഫ് ഗുഡ് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നമുക്കിത് ചേർത്തൊരു വര വരക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് വരക്കണം കേട്ടോ, വളയാതെ. ഇത് ഏത് ഇക്വേഷൻ പ്രകാരമാണ്? 4x1 plus 5x2 equal to 20. സ്ലോപ്പിൽ ഒരു മാറ്റവും ഇല്ല. സ്ലോപ്പ് അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു മാറ്റവും ഇല്ല. സ്ലോപ്പ് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? ഇവിടേക്കൊരു ചെറിയ ഷിഫ്റ്റ് എന്ന് പറയില്ല, ഒരു മൂവ്മെന്റ് ആണ് ഉണ്ടായത്. ഒരു റൈറ്റ് വേർഡ് മൂവ്മെന്റ് ഉണ്ടായി. ചെരിവ് കുറച്ച് കൂടിയോ കുറഞ്ഞോ? ചെരിവ് കൂടിയോ കുറഞ്ഞോ? എപ്പോഴാണ് സ്ലോപ്പ് കൂടുതൽ ഉണ്ടാവുക? ഓർക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു y ആക്സിസ് കൂടുതലും x ആക്സിസ് കുറവും വരുമ്പോഴാണ് സ്ലോപ്പ് കൂടുതൽ. ഇവിടെ y ആക്സിസ് കുറവും x ആക്സിസ് കൂടുതലുമാണ്. അപ്പോൾ സ്ലോപ്പ് കുറവാണ്. സ്ലോപ്പ് കൂടുന്നത് നമ്മൾ y by x എന്ന് പറഞ്ഞ് നേരത്തെ ചെയ്തിരുന്നു. ഇത് -0.8ഉം മറ്റേത് -1ഉം ആണ്. അപ്പോൾ -1 ആദ്യത്തിനാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്. ഇത് സ്ലോപ്പ് കുറച്ചും കൂടെ കുറഞ്ഞു. രണ്ടാമത്തേൽ ചെരിവ് കുത്തനെയുള്ള ചെരിവ് കുറഞ്ഞു, സ്ലോപ്പ് കുറവാണ്. സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനാണ് സ്ലോപ്പ് കൂടുതൽ. അപ്പം നിങ്ങളുടെ അടുത്ത് ഇത്രയേ ചോദിക്കുകയുള്ളൂ. ഇതൊരു പ്രോബ്ലം ആയിട്ടാണ് ഉണ്ടാവുക. ഈ പ്രോബ്ലം വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എന്തായാലും ബഡ്ജറ്റ് ലൈൻ വരക്കാൻ ഉണ്ടാവും. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഒരു അത്യാവശ്യം 3-4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ നിന്നും ഉണ്ടാകും. വില കുറഞ്ഞു. ഏതിൻ്റെ വില കുറഞ്ഞു? പ്രൈസ് 1, അതായത് ഗുഡ് 1ൻ്റെ വില കുറഞ്ഞു. P1ൻ്റെ വില കുറഞ്ഞു. വില കുറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ എമൗണ്ട് മത്തി വാങ്ങാൻ കഴിഞ്ഞു എന്നതുപോലെ ഇവിടെ കൂടുതൽ എമൗണ്ട് ഗുഡ് 1 വാങ്ങാനായിട്ട് കഴിഞ്ഞു. ഗുഡ് 2വിൻ്റെ വിലയിലോ ഇൻകം ഓഫ് ദ കൺസ്യൂമറിലോ ദർ ഇസ് നോ എനി ചേഞ്ച്. ഇറ്റ് വിൽ റിമെയിൻ ദ സെയിം. അത് അതുപോലെ തന്നെ തുടരുന്നു. അതെല്ലാം അതർ തിങ്സ് റിമെയിനിങ് ദ സെയിം ആയി നിൽക്കുമ്പോൾ ഏതിൻ്റെ വില മാത്രമേ കുറഞ്ഞുള്ളൂ? ഗുഡ് 1ൻ്റെ വില മാത്രമേ കുറഞ്ഞുള്ളൂ. സോ ദ കൺസ്യൂമർ ക്യാൻ ഏബിൾ ടു പർച്ചേസ് മോർ എമൗണ്ട് ഓർ മോർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1. ഇതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഇനി ഇതിൻ്റെ ഒരു 2 പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. Next one, changes in the budget line due to increase in the price of good 1. ഗുഡ് 1ൻ്റെ വില കൂടിയാൽ എന്ത് സംഭവിക്കും?
നേരത്തെ നമ്മൾ പറഞ്ഞത് ഗുഡ് ബണ്ണിന്റെ വില കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ്. ഗുഡ് ബണ്ണിന്റെ വില കുറഞ്ഞപ്പോൾ ഗുഡ് ബണ്ണ് നമുക്ക് കൂടുതൽ വാങ്ങാനായി കഴിയും. നമ്മുടെ വരുമാനത്തിൽ ഒന്നും തന്നെ മാറ്റമില്ലാതെ, ഗുഡ് ടൂവിന്റെ വിലയിലും മാറ്റമില്ലാതെ ഗുഡ് ബണ്ണിന്റെ വില കുറഞ്ഞപ്പോൾ ആ സാധനം കൂടുതൽ വാങ്ങാൻ കഴിയും. ഇനി നമ്മളെ ബഡ്ജറ്റ് ലൈന് തിരിച്ചൊന്ന് പറയാൻ പോവുകയാണ്. ഗുഡ് ബണ്ണിന്റെ വില കൂടിയാൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ് ബൺ. ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ് വൺ. അതായത് P1 കൂടിയാൽ എന്ത് സംഭവിക്കും? ആ കൂടിയ അളവിനെ നമുക്ക് P1 ഡാഷ് എന്ന് പറയാം. P1 greater than P1 dash. P1 dash greater than P1. P1 dash greater than P1. P1-നേക്കാളും കൂടുതലാണ് ഏത്? P1 dash. പുതിയതായിട്ട് പറയുന്നത്. P1 dash greater than P1 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? With the help of an equation, we can draw a budget line. And what will happen to the budget line when price of good one increase? First initial equation, 5x1 plus 5x2 equal to 20 എന്നുള്ള ഇതേ ഇക്വേഷനിൽ ഇവിടെ P1 എന്ന് പറഞ്ഞാൽ 5 ആണ്, P2 equal to 5 and M equal to 20. When the price of good one increase, good one ന്റെ വില കൂടി, P1 dash is equal to 10. മാറിയ വില 10 ആണ്. And there is no any change in P2. It is remaining the same and there is no any change in M and also 20. Then what happened to the budget line? ഇത് ബഡ്ജറ്റ് ലൈൻ വരക്കുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്ത് ഒരു ബഡ്ജറ്റ് ലൈൻ കാണണം. പിന്നീട് നമ്മൾ മാറിയ വിലയുടെ ഇക്വേഷൻ വെച്ചിട്ട് മറ്റൊരു ബഡ്ജറ്റ് ലൈൻ. നമുക്ക് സെപ്പറേറ്റ് വരക്കാം, ചേർത്ത് വരക്കാം. പക്ഷെ നമ്മൾ ചേർത്ത് വരച്ചാൽ മതി. എന്നാലേ നമുക്ക് അതിൻ്റെ മൂവ്മെന്റ്, അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ വരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനീഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു ബഡ്ജറ്റ് ലൈൻ ഫസ്റ്റ് വരക്കാം. 5x1 plus 5x2 equal to 20. ഇതിലെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് അതായത് x1 is equal to M by P1 equal to 20 by 5 equal to 4, 0. ഇനി നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാം. Vertical intercept x2 is equal to M by P2 equal to 20 by 5 equal to 0, 4. Slope is equal to minus P1 by P2 equal to 5 by 5 equal to minus 1. Then we can draw a budget line here. This is for good 1, good 2, 0, 2, 3, 4, 5, 1, 2, 3, 4, 5. First one 4, 0 and here also 4, 0. We get a budget line here. This is 5x1 plus 5x2 equal to 20.
നമുക്കൊരു ബജറ്റ് ലൈൻ വരക്കുകയാണ്. ഗുഡ് 1ഉം ഗുഡ് 2ഉം കാണിച്ചു. ഗുഡ് ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4 ആണ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 4. ഈ 4 രണ്ടും നമ്മൾ ചേർത്ത് വരക്കുന്നു. ഈ ഇക്വേഷൻ ഏതായിരുന്നു? 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. ഇനി നമുക്ക് വില കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. വില കൂടിയപ്പോൾ എത്ര കണ്ട എമൗണ്ട് വാങ്ങാനായി കഴിയും? When the price of good 1 increases from 5 to 10, 5ൽ നിന്ന് 10 രൂപയായി ഗുഡ് 1ന്റെ വില കൂടി. വില കൂടിയാൽ സാധനം കുറച്ചേ വാങ്ങാൻ കഴിയുകയുള്ളൂ. ഇത് നമുക്കറിയാം. നമുക്ക് ഇക്വേഷൻ പ്രകാരം ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ന്യൂ ഇക്വേഷൻ, ന്യൂ ബജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ്? 10x1 plus 5x2 equal to 20. There is no any change in price of good 2 and m. And here the price of good 1 increases from 5 to 10. Then horizontal intercept. x1 is equal to m by p1 dash equal to 20 by 10 equal to 0. Vertical intercept m by p2 is equal to 20 by 5 equal to 0.4. Horizontal intercept എത്രയാ വന്നത്? 2, 0. Vertical intercept 0.4. Horizontal intercept 2 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. Vertical intercept 4ൽ മാറ്റമില്ല, അത് അതേപോലെ തന്നെ കിടക്കുന്നു. നമുക്കിത് രണ്ടും നീട്ടിങ്ങ് വരച്ചാൽ ഇങ്ങനെ ഒരു കർവ് നമുക്ക് കിട്ടും. ഈ കർവ് ഇക്വേഷൻ എന്താണ്? 10x1 plus 5x2 equal to 20. വില കൂടിയപ്പോൾ ആദ്യം 4 എമൗണ്ട് വാങ്ങിയിരുന്ന സാധനം ഇപ്പോൾ 2 എമൗണ്ടേ വാങ്ങാൻ കഴിയുന്നുള്ളൂ. വില കൂടിയപ്പോൾ വാങ്ങുന്നതിൻ്റെ അളവ് കുറഞ്ഞു. 4ൽ നിന്നും 2 ആയിട്ട് കുറഞ്ഞു. 4ൽ നിന്നും 2 ആയി എന്തായി? കുറഞ്ഞു. അതായത് y ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് സംഭവിച്ചു? y ആക്സിസിന്റെ അടുത്തേക്ക് വന്നു. ഇതിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. L2 minus p1 dash by p2 equal to 10 by minus by 5 is equal to minus 2. സ്ലോപ്പ് കൂടി, 4നേക്കാളും ചെരിവ് കൂടി, minus 2. So when the price of good 1 increase and there is no any change in the price of good 2 and income of the consumer are able to purchase small amount of good 1. good 1ന്റെ ഒരു സ്മോൾ എമൗണ്ട് മാത്രമേ വാങ്ങാൻ കഴിയുകയുള്ളൂ. ഇതാണ് നമ്മൾ ഇതിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ പ്രൈസ് ഓഫ് ഗുഡ് 2വിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചേഞ്ചസ് ഇൻ ദ ബജറ്റ് ലൈൻ. ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റം ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദി പ്രൈസസ് ഓഫ് ഗുഡ് 2. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് ഗുഡ് 1ൽ വരുന്ന മാറ്റമായിരുന്നു. ഹിയർ വി ആർ എക്സ്പ്ലെയിനിങ് ചേഞ്ചസ് ഇൻ ദി പ്രൈസസ് ഓഫ് ഗുഡ് 2. ഗുഡ് 2വിന്റെ വിലയിൽ മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും? when price of good 2 decrease or when price of good 2 increase. good 2 increase ചെയ്താലോ good 2ന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലോ ഡിക്രീസ് ചെയ്താലോ എന്ത് സംഭവിക്കും? we know that ഏതൊരു കമ്മോഡിറ്റിയുടെയും വില കുറഞ്ഞാൽ കൂടുതൽ വാങ്ങാൻ കഴിയും, അതോടൊപ്പം വില കൂടിയാൽ കുറച്ചേ വാങ്ങാൻ കഴിയുള്ളൂ. ഞാനിവിടെ 2 ഡയഗ്രം തന്നിരിക്കുന്നു.
ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 2 ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1 ആണ്. ഹിയർ ഓൾസോ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1 ആൻഡ് ഹിയർ ദ യൂണിറ്റ് ഓർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 2. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഡയഗ്രാം എന്താ കാണിക്കുന്നത്? ഇവിടുന്ന് മുകളിലേക്ക് ഒരു ഷിഫ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. m/p2 വിൽ നിന്നും m/p2 ഡാഷ് ആയി മാറി, 4ൽ നിന്നും 5 ആയി മാറി. എന്ത്? ഗുഡ് 2 വാങ്ങുന്ന അളവ്. അതായത് ഗുഡ് 2വിൻ്റെ വില കുറഞ്ഞപ്പോൾ ഗുഡ് 2 കൂടുതൽ വാങ്ങാനായി കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധനത്തിൻ്റെ വില കുറഞ്ഞപ്പോൾ, ഇവിടെ വിലയല്ല, വില നമ്മളിവിടെ വാങ്ങുന്ന അളവാണ് കാണിക്കുന്നത്. ഗുഡ് 2വിൻ്റെ വില കുറഞ്ഞപ്പോൾ ഗുഡ് 2 മോർ എമൗണ്ട് ക്യാൻ ബി പർച്ചേസ്. ഗുഡ് 2 കൂടുതൽ എമൗണ്ട് വാങ്ങാനായി കഴിഞ്ഞു. അതാണ് ഇങ്ങോട്ടേക്കുള്ള ഷിഫ്റ്റ് അല്ല, ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് കാണിക്കുന്നത്. വില കുറഞ്ഞപ്പോൾ കൂടുതൽ എമൗണ്ട് വാങ്ങാനായി കഴിയും. ഇവിടെയോ P2വിൻ്റെ വില ഇൻക്രീസ് ചെയ്തപ്പോൾ, P2വിൻ്റെ വില കൂടിയപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? വില കൂടിയാൽ കുറച്ച് വാങ്ങാനായി കഴിയുള്ളൂ. താഴേക്കാണ് മാറ്റമുണ്ടായത്. m/p2വിൽ നിന്നും m/p2 ഡാഷ് ആയി മാറി, കുറച്ച് വാങ്ങാനായി കഴിഞ്ഞുള്ളൂ. 4ൽ നിന്നും എമൗണ്ട് 3 ആയി കുറഞ്ഞു. ഗുഡ് 2 എന്ന് പറഞ്ഞാൽ ഏതിലാണ് മാറ്റം വരേണ്ടത്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ മാറ്റം വരും. ഗുഡ് 1 എന്ന് പറഞ്ഞാൽ എവിടെയാണ് മാറ്റം വരേണ്ടത്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിൽ മാറ്റം വരും. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റങ്ങളാണ്. ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടെല്ലാമാണ് ബജറ്റ് ലൈനിൽ മാറ്റം വരുന്നത്? ബജറ്റ് ലൈനിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് സാധനത്തിന്റെ വിലയും കൺസ്യൂമറിന്റെ വരുമാനവും, ഇൻകവും. ഈ വരുമാനത്തിലോ വിലയിലോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ സ്വാഭാവികമായും നമ്മൾ വാങ്ങുന്ന എമൗണ്ടിലും മാറ്റം സംഭവിക്കുന്നു. വരുമാനം കൂടിയാൽ നമുക്ക് കൂടുതൽ വാങ്ങാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബജറ്റ് ലൈൻ ഒരു അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. വരുമാനം കുറഞ്ഞാൽ നമുക്ക് കുറച്ചേ വാങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ബജറ്റ് ലൈനിൽ ഒരു ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ടാകും. അതേപോലെ സാധനങ്ങളുടെ വിലയിൽ വരുന്ന മാറ്റം, രണ്ടാമത്തെ ബജറ്റ് ലൈനിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സാധനങ്ങളുടെ വില. അപ്പോൾ സാധനങ്ങളുടെ വിലയിൽ മാറ്റം വന്നാൽ ബജറ്റ് ലൈനിൽ മാറ്റം വരും. സാധനത്തിന്റെ വില കുറഞ്ഞാൽ വാങ്ങുന്ന അളവ് കൂടും. സാധനത്തിന്റെ വില കൂടിയാൽ വാങ്ങുന്ന അളവ് കുറയും. അത് 2 സാധനമാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അത് ഗുഡ് 1 എന്നും ഗുഡ് 2 എന്നും. ഗുഡ് 1ന്റെ വിലയിലാണ് കുറവ് സംഭവിക്കുന്നത് എങ്കിൽ ഗുഡ് 1 നമുക്ക് കൂടുതൽ വാങ്ങാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബജറ്റ് ലൈൻ അതിൻ്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കുറച്ച് റൈറ്റിലേക്ക് നീങ്ങുന്നു, മൂവ് ചെയ്യുന്നു. നമ്മളിനി ഗുഡ് 1ന്റെ വില തന്നെ കൂടിയാൽ കുറച്ചേ വാങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കുറച്ചും കൂടി സ്ലോപ്പ് കൂടുന്നു, y ആക്സിസിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇനി നമ്മുടെ P2വിലാണ് മാറ്റം എന്നുണ്ടെങ്കിൽ, ഗുഡ് 2വിലാണ് മാറ്റം എന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റുകളിലാണ് മാറ്റം ഉണ്ടാകുന്നത്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ കൂടുതലും കുറവും ഉണ്ടാകുന്നു. അതായത് വാങ്ങുന്നതിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും.